ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിൽ നിന്നും പണം കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിട്ട് സുപ്രീം കോടതി. കത്തിയ നിലയിൽ നോട്ടുകെട്ടുകൾ കണ്ടെത്തിയ ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള റിപ്പോർട്ടാണ് പുറത്തുവിട്ടത്. ആരോപണം നിഷേധിച്ചുകൊണ്ടുള്ള ജസ്റ്റിസ് വർമ്മയുടെ മറുപടിയും റിപ്പോർട്ടിലുണ്ട്. പണം കണ്ടെത്തിയതിൽ തനിക്കെതിരെ ഗൂഢാലോചന എന്നാണ് യശ്വന്ത് വർമ്മയുടെ വിശദീകരണം. ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ അന്വേഷണ റിപ്പോർട്ടും അനുബന്ധ രേഖകളുമാണ് സുപ്രീം കോടതി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത്. ജഡ്ജിക്കെതിരെ ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. സ്റ്റോർ റൂമിൽ ചാക്കുകളിൽ സൂക്ഷിച്ചിരുന്ന നോട്ടുകൾ പകുതിയോളം കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. മാർച്ച് 16-ന് വിവരം അറിഞ്ഞ ശേഷം യശ്വന്ത് വർമ്മയെ ഡൽഹി ഹൈക്കോടതി ഗസ്റ്റ് ഹൌസിലേക്ക് വിളിച്ചു വരുത്തി. എന്നാൽ പണം വീട്ടിൽ സൂക്ഷിച്ചിരുന്നതായി അറിവുണ്ടായിരുന്നില്ലെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം ഉപയോഗിക്കുന്ന മുറിയാണ് ഇതെന്നുമാണ് ജഡ്ജിയുടെ വിശദീകരണം. ദൃശ്യങ്ങൾ കാണിച്ചപ്പോൾ താൻ നിരപരാധിയാണെന്നും പണം കണ്ടെത്തിയതിൽ തനിക്കെതിരെ ഗൂഢാലോചനയുണ്ടെന്നുമായിരുന്നു യശ്വന്ത് വർമ്മയുടെ പ്രതികരണമെന്നും ജസ്റ്റിസ് ദേവേന്ദ്രകുമാർ ഉപാധ്യായ സുപ്രീം കോടതിക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. സംഭവത്തിൽ കൂടുതൽ ആഴത്തിലുള്ള അന്വേഷണം വേണമെന്നും ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആവശ്യപ്പെട്ടു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി 3-അംഗ ആഭ്യന്തര അന്വേഷണ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഷീൽ നാഗു, ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് GS സന്ധാവാലിയ, കർണാടക ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് അനു ശിവരാമൻ എന്നിവരടങ്ങുന്നതാണ് സമിതി. അന്വേഷണം പൂർത്തിയാകുന്നതുവരെ യശ്വന്ത് വർമ്മയെ ജുഡീഷ്യൽ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്താനും കൊളീജിയം നിർദ്ദേശിച്ചു. മാർച്ച് 14-ന് രാത്രി യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിലുണ്ടായ തീപിടുത്തത്തിനിടെയാണ് കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയത്. അതേസമയം ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് പണം കണ്ടെത്തിയിട്ടില്ലെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞ ഡൽഹി അഗ്നിശമന സേനാ മേധാവി അതുൽ ഖാർക്ക് അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന ശനിയാഴ്ച നിലപാട് മാറ്റി. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.